ഹലോ ഗായ്സ്, അപ്പം നമ്മൾക്ക് കാന്താരി മുളക് ഉപ്പിലിട്ടാലോ. ഇപ്പോൾ ഒന്ന് മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് വില കുറവാണ് ചീനമുളകിന്. ഞങ്ങൾ ചീനമുളക് എന്നും പറയും, കാന്താരി മുളക് എന്നും പറയും. നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കാന്താരി മുളക് കുറച്ച് വില കുറവാണ്. 1/2 കിലോ ആണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകണം. 1-2 പ്രാവശ്യം ഒന്ന് കഴുകണം. നന്നായിട്ട് അഴുക്കും ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ അതിനൊരു പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയ ചെറിയ ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. പിന്നെ 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ തണ്ടൊന്നും കളയാതെ തന്നെ അതേപോലെ തന്നെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റാണ് കഞ്ഞിയിലേക്കും ചോറിലേക്കൊക്കെ. കൊളസ്ട്രോളൊക്കെ കുറയാൻ നല്ലതാണ് കാന്താരി മുളക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് മാറ്റണം. 1-2 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് പച്ചവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇല അതിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ കഴുകി നോക്കുമ്പോഴാണ് ചെറിയ ചെറിയ ഇലകൾ. അപ്പോൾ അങ്ങനെ കഴുകി വെള്ളമൊക്കെ വാർത്ത് എടുത്ത് വെച്ചിരിക്കുകയാണിത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഇടരുത് കേട്ടോ, ഗ്ലാസിൻ്റെ കുപ്പി തന്നെ വേണം. അപ്പോൾ ഇതാണ് ഈ കുപ്പിയിൽ ഞങ്ങൾ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുപ്പിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കാലം കേടുകൂടാതിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വിനാഗിരി എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ. അപ്പോൾ ഇനി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണം. വെള്ളത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ ഒരു 4 സ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ അത്രയും വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ചീനമുളക് കാന്താരി മുളക് ഉപ്പിലിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു 3 ആഴ്ചയെങ്കിലും 1 മാസമെങ്കിലും കഴിയണം ഒന്ന് റെഡി ആയിട്ട് വരാൻ. അപ്പോഴാണ് ഇപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചു കൊടുത്ത് വിനാഗിരി കുറച്ചും കൂടെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ട അടിപൊളിയായിട്ട് നമ്മളെ കാന്താരി മുളക് ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.